പ്രിയപ്പെട്ട സമുദായങ്ങളെ, സുഹൃത്തുക്കളെ, ആദ്യമായി സ്വാഗതം പറയുന്നതിന് മുമ്പ് നമ്മുടെ സംഘടനയുടെ പ്രശ്നങ്ങളുടെ രണ്ട് വാക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് ഗോപിനാഥൻ, കേരള ചെക്ക് സേവാ സമിതി പ്രസിഡൻ്റാണ്. ഈ കോഴിക്കോട് കേരള ചെക്ക് സേവാ സമിതി എന്ന് കോഴിക്കോട് ജില്ലയിൽ മാത്രമുള്ള ഒരു സംഘടനയാണ്. ഇതുപോലുള്ള മറ്റ് 14 ഡിസ്ട്രിക്റ്റുകളിലും പല സംഘടനകളും അരിനിധിയർ സേവാ സംഘം എന്നും അരിനിധിയർ സമിതി എന്നും പേരുകളിൽ 14 ജില്ലകളിലും സംഘടനകളുണ്ട്. ഈ സംഘടനകളൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംസ്ഥാന സംഘടനയാണ് ഇപ്പോൾ രൂപം കൊണ്ടുള്ള കേരള ചക്രിയൻ മഹാസഭ. ഈ കേരള ചക്രിയൻ മഹാസഭയുടെ പ്രഥമ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് വെച്ച് നടത്തുന്നത് ഒരു വൻ വിജയമാക്കി തീർക്കണമെന്നുള്ള ഞങ്ങളുടെ വാശിയുടെ പുറത്താണ് ഇപ്പോൾ ഈ നല്ലൊരു സംരംഭം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണെങ്കിലും ഞങ്ങളുടെ കേരള ചക്രിയൻ സേവാ സമിതിയിൽ ഞങ്ങളിപ്പോൾ പട്ടികജാതിയിൽപ്പെട്ട 4ാം നമ്പറായിട്ട് വരുന്ന ഗസറ്റ് വിജ്ഞാപന പ്രകാരം ചക്രിയൻ അരുന്ധതിയർ സമുദായവും 14ാം നമ്പറായിട്ട് വരുന്ന ചക്രിയൻ സമുദായവും എല്ലാം പകട എന്നും വിളിക്കപ്പെടുന്ന ഈ സമുദായങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ സമുദായത്തിൽപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി റവന്യൂ അധികൃതരെ സമീപിച്ചാൽ അടുത്ത കാലത്തായിട്ട് വളരെ പ്രയാസമാണ് കമ്മ്യൂണിസ്റ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ. അതുകൊണ്ട് തന്നെ ഈ കോഴിക്കോടുള്ള ഒരു 6-7 കുട്ടികളുടെ എൻട്രൻസ് റിസൾട്ട് തടഞ്ഞു വയ്ക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അവർക്ക് മുന്നോട്ടുള്ള ബാക്കിയുള്ള ഭാവി വളരെ കഷ്ടത്തിലാവുകയും ചെയ്തു. അവർ പ്രൈവറ്റായിട്ട് വേറെ കാശ് ചിലവാക്കി കയ്യിൽ നിന്ന് മുടക്കി പഠിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അതോ ഞങ്ങളാണെങ്കിൽ പട്ടികജാതിയിൽപ്പെട്ട ആൾക്കാരും ഭരണഘടനയിൽ ഇതിനുള്ള സംവരണവും മറ്റ് ഞങ്ങൾക്ക് ലഭിക്കേണ്ട എല്ലാ അർഹതയുണ്ട്. ഭരണഘടന അനുശാസിക്കുന്ന യാതൊന്നും ഞങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നില്ല. എന്താണ് അതിന് കാരണം? ചക്രിയൻ സമുദായക്കാർ തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറി പാർത്തവരാണ് എന്ന് ഈ സർട്ടിഫിക്കറ്റ് ചോദിക്കാൻ പോകുമ്പോൾ പറഞ്ഞുകൊണ്ട് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. 1950 മുമ്പ് ഈ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു, അതായത് കേരള സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് ഹാജരാക്കിയാൽ മാത്രമേ ഇവർക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുള്ളൂ. 50 മുമ്പ് ഉണ്ടായിരുന്നു ചോദിക്കുന്നതിന് എന്താണ് അതിനൊരു ന്യായമുള്ളത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. 1956 കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നത്. അതിനു മുമ്പ് മദ്രാസ് പ്രസിഡൻസി ആയിരുന്ന കാലത്ത് ആന്ധ്രാപ്രദേശിൻ്റെ ഭാഗവും കർണാടകത്തിൻ്റെ ഭാഗവും ഇപ്പോൾ കേരളത്തിലുള്ള മലബാർ ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗവും എല്ലാം ചേർന്ന് മദ്രാസ് പ്രസിഡൻസിയിലായിരുന്ന കാലത്ത് തമിഴ്നാട്ടിലത്തെ ഏത് ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യയിൽ എവിടെയും പോകാനുള്ള ഒരു ഭാഗത്ത് അവിടെ നിൽക്കട്ടെ. ഈ കാലഘട്ടത്തിൽ തന്നെ നേരത്തെ മലബാർ ഡിസ്ട്രിക്റ്റിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ മലബാർ ഡിസ്ട്രിക്റ്റിൻ്റെ കാര്യം ഞാൻ പറയുന്നതുകൊണ്ട് മാത്രം ഇത് കോഴിക്കോടുള്ള കാര്യം മാത്രം പറയാനാണെന്ന് ആഗ്രഹിക്കേണ്ട. എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും ഉണ്ടായിരുന്നവരും ഇതുപോലെ സമാനമായിട്ടുള്ള പ്രശ്നങ്ങളിൽ എത്തിപ്പെട്ടവരാണ്. അപ്പോൾ ഇങ്ങനെ എത്തിപ്പെട്ട ആൾക്കാർ തമിഴ്നാട് അല്ലെങ്കിൽ അന്ന് മദ്രാസ് പ്രസിഡൻസിൽ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് എത്തിപ്പെട്ട ആൾക്കാർ 56 ആകുമ്പോൾ അവരോട് ചോദിക്കുന്നത് കേരളത്തിൽ നിങ്ങൾ എപ്പോഴാണ് 50 മുമ്പ് വന്നതെന്നാണ് ചോദിക്കുന്നത്. അതെങ്ങനെയാണ്? 50 മുമ്പ് കേരളം ഇല്ല. അപ്പോൾ ഇപ്പോൾ ആ അതിർത്തി ഉണ്ടായുള്ള അത് വരച്ചുകൊണ്ട് ആ സ്ഥലത്തുണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നത് ഞങ്ങളെ ചോദിക്കാൻ വേണ്ടി മാത്രമാണ്. ഈ ചക്രിയൻ സമുദായത്തിലെ കുട്ടികളുടെ ഭാവി ഇരുളാക്കുക. ഏതായാലും അതിൻ്റെ അടുത്ത ഭാഗമായിട്ട് ഞങ്ങൾ കുറേ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തി ശ്രമിച്ചു നോക്കി. 1982 മുതൽ 85 വരെ ഇവിടെ ഉണ്ടായിരുന്ന കേരളത്തിലുണ്ടായിരുന്ന ചക്രിയൻ സമുദായക്കാരിൽ കുറേ പേര് ഈ കണ്ടിജൻസി, അതായത് സ്കാവഞ്ചിങ് ജോലി ചെയ്തിരുന്നവരാണ്.
കൂടെ ഇതര ജോലി ചെയ്തിട്ടുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിലൊന്നും ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല. 86 ഒരു ജിയോ ഇറങ്ങുന്നു. അതിലതാ പറയുന്നു ഇതുപോലുള്ള 50 മുമ്പുള്ള രേഖ ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കുള്ളൂ. ഒരു ഓർഡറാണ് വരുന്നത്. ആ ഓർഡർ കാണിച്ചുകൊണ്ടാണ് പിന്നെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങുന്നത്. അതിനുശേഷം 92 സർട്ടിഫിക്കറ്റ് തരുന്നില്ല, വല്ലാത്ത പ്രശ്നം കൂടി ഞങ്ങൾ ബുദ്ധിമുട്ടിലായപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി സംഘടിക്കണം എന്നുള്ള രീതിയിലേക്ക് എത്തി. അങ്ങനെയാണ് ഒരു സംഘടനയ്ക്ക് രൂപം നൽകി സേവാസമിതി, കേരള ചെക്ക് ലൈൻ സേവാസമിതി രൂപം കൊള്ളുന്നത്. അവിടുന്ന് അങ്ങോട്ട് അന്വേഷിച്ചെത്തുമ്പോഴാണ് ഇത് കോഴിക്കോട് മാത്രമുള്ള ഒരു പ്രശ്നമല്ല, കേരളം ഒട്ടുക്കുള്ള എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും നമ്മുടെ സമുദായക്കാരുള്ളിടത്തൊക്കെ ഇതേ പ്രശ്നം തന്നെയാണ്. അവർക്കെല്ലാം ഒരുപോലെ തന്നെ കൺവീൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല, കുട്ടികളുടെ ഭാവി അനിശ്ചിതത്തിലാണ് എന്നൊക്കെ രീതികൾ അറിയാൻ കഴിഞ്ഞു. പിന്നെയാണ് ഞങ്ങൾ ബന്ധപ്പെടുത്താൻ തുടങ്ങിയത്, മറ്റുള്ള എല്ലാ ഡിസ്ട്രിക്റ്റുകളായിട്ടും ബന്ധപ്പെടുന്നത്. അതിന് നേരത്തെ തന്നെ ഈ ഡിസ്ട്രിക്റ്റുകളിലുള്ള എല്ലാവരായിട്ടും ഒരു സംസ്ഥാന സംഘടന അന്ന് തന്നെ രൂപം കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തി. പക്ഷെ അത് അത്ര ഫലവത്തായില്ല. എങ്കിലും ഞങ്ങൾ പ്രവർത്തനം നിർത്തിയില്ല. പിന്നെ 99 ഡിസംബർ 31 കളക്ട്രേറ്റിൽ വെച്ചിട്ട് ചക്കലി സമുദായവും കുറവൻ സമുദായവും കൂടി ഒന്നിച്ചിട്ട് ഒരു ധർണയും മാർച്ചും നടത്തി. അന്ന് Y2K പ്രോബ്ലം ഉണ്ടായിരുന്ന ആ സമയത്താണല്ലോ ഇത് സംഭവം നടക്കുക. 1999 ഡിസംബർ 31. അതിൻ്റെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല, അപ്പം തന്നെ കളക്ടർ വിളിച്ച് അതിനെപ്പറ്റിയുള്ള ചർച്ചയിൽ ഏർപ്പെട്ട് ADM-ആയിട്ട് ഒരു എഗ്രിമെൻറ്റിലെത്തി. പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, അന്ന് ആ ജീവിച്ചിരിപ്പുള്ള 70 വയസ്സുള്ള ഒരു പ്രായമുള്ള 2 പേരുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാം എന്നുള്ളൊരു എഗ്രിമെൻ്റായി അതൊക്കെ ഒപ്പിട്ട് വാങ്ങി അത് പ്രകാരം കുറേ കാലം ഇങ്ങനെ സർട്ടിഫിക്കറ്റുകൾ ലഭിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്ക് പിന്നെ കൊടുക്കാതിരിക്കുക, ഇങ്ങനെ കൊടുത്തില്ല എന്നുള്ള കളികൾ കളിച്ച് ശരിയായ ആവശ്യം വരുമ്പോൾ കിട്ടില്ല എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പോലുള്ള വിദ്യാഭ്യാസത്തിലുള്ള ഉതകുന്ന രീതിയിലുള്ള ഒന്നും ലഭിക്കുന്നില്ല. അത് ഈ അവസ്ഥയാണ് ഞങ്ങൾക്കിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും ഈ പ്രശ്നം രൂക്ഷമായപ്പോൾ 2009 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ കളക്ടറേറ്റ് അവിടെ വെച്ച് തന്നെ ഒരു ധർണയും നടത്തി, മാർച്ചും നടത്തി. ഇതുപോലെ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. മന്ത്രിമാർക്കുള്ള ഞങ്ങൾക്ക് നിവേദനങ്ങൾ കൊടുക്കുന്നുണ്ട്, MP-മാർക്ക് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 2006 ഒരു പ്രശ്നമുണ്ടായിരുന്നു. നമ്മളെ SC/ST കമ്മീഷനിൽ നിന്ന് 2 ഉദ്യോഗസ്ഥർ കുറച്ച് പേര് വന്ന് കളക്ടറായ മുന്നിൽ ഇരുന്ന് ചേംബറിൽ സംസാരിച്ച് അവരവിടുന്ന് ഇതെല്ലാം വിലയിരുത്തി കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു അത് പാർലമെൻറ്റിൽ അമെൻഡ്മെൻറ്റ് നടത്തിയാൽ മാത്രമേ ഇതിലെന്തെങ്കിലും പ്രശ്നം പരിഹാരം കാണാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കുഴുക്കൻ മട്ടുള്ള മറുപടി പറഞ്ഞ് അവരങ്ങോട്ട് അവരെ കാര്യം പറഞ്ഞു പോയി. ഒന്നും ശ്രമിച്ചില്ല. ഏതായാലും ഞങ്ങളെ ആവശ്യങ്ങളിപ്പോൾ ഉള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, 1950 മുമ്പ് ഇവിടെ കേരളത്തിൽ ഉണ്ടായിരുന്നവരാണ്, പക്ഷേ തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ നിഷേധിക്കുന്നത് ഞങ്ങൾ ദ്രോഹിക്കലാണ്. ഈ കോർപ്പറേഷനിൽ, അതായത് മുനിസിപ്പാലിറ്റി ആയിരുന്ന കാലത്ത് 50 മുമ്പ് 10-15 കൊല്ലം വരെ ടെമ്പററി ജോലി ചെയ്യണം. അതിനുശേഷം മാത്രമേ ഇവരെ പെർമനൻ്റ് ആക്കി എടുക്കുകയുള്ളൂ. അപ്പോൾ രേഖ ഇവരെ സർവീസ് ബുക്കിൽ ചേർത്തത് പെർമനൻ്റ് ആക്കിയിട്ടുള്ളത് ഇത് 50 ശേഷമായിരിക്കും. ആ രേഖ കാണിച്ചാൽ 50 മുമ്പ് ഇല്ലാതെന്ന് ഇവരെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെങ്ങനെയാണ് അത് തെളിയിക്കാൻ സാധിക്കുക? ഞങ്ങളുടെ പൂർവികരാണെങ്കിലോ ദരിദ്രരാണ് ആ കാലത്ത് ഇവിടെ ജോലി തേടി വന്ന സമയത്ത്. അവർ സാമ്പത്തികമായിട്ടും ഒന്നുമില്ലാത്തവർ, വിദ്യാഭ്യാസപരമായിട്ടും അവർ പിന്നോക്കം. വിദ്യാഭ്യാസം ഇല്ല, പിന്നോക്കം എന്ന് പറയുന്നത് മാത്രം പിന്നെയല്ലേ വിദ്യാഭ്യാസം ഇല്ലാത്തവർ. ഇങ്ങനെയുള്ള വിദ്യാഭ്യാസം ഇല്ലാത്തവർ മറ്റേ സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും ഒക്കെ വളരെ സാമൂഹികമായിട്ടും പിന്തള്ളപ്പെട്ട ഈ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ ഇതര സമുദായത്തിൽ നിന്നും ഞങ്ങൾ വീണ്ടും പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഞങ്ങളുടെ ആവശ്യം, ഈ 86-ലാണല്ലോ സ്കാവെഞ്ചിങ് അല്ലെങ്കിൽ നൈറ്റ് സോയിൽ ഏർപ്പാട് ഇവിടെ നിർത്തുന്നത്. ആ കാലഘട്ടത്തിൽ വരെ ജോലി ചെയ്യുന്നവർ, അതിന് മുമ്പുണ്ടായിരുന്നവരെ 50 മുമ്പുണ്ടായിരുന്നവരായി കണക്കാക്കി കേരളത്തിലുള്ളവർ ആ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള നിലപാട് കേരള ഗവൺമെൻറ് എടുക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു ആവശ്യം. മറ്റൊന്ന്,
അത് പറഞ്ഞുകൊണ്ട് കാര്യമായിട്ടൊന്നും അറിയില്ല. ഏതായാലും തമിഴ്നാട്ടിലൊക്കെ ഇതേ സമുദായം ദളിതരായിട്ട് കണക്കാക്കി അവർക്ക് 16% മാറ്റിവെച്ചിട്ടുള്ളത്. അതിൽ ഒരു 3% റിസർവേഷൻ്റെ ഉള്ളിൽ തന്നെ സെക്കുലർ സമുദായത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ട് അവർക്ക് ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. ഇതുപോലെ ഞങ്ങൾക്കും ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി ഗവൺമെൻറ് പ്രവർത്തിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ സമുദായം മറ്റ് ഇതര സമുദായം പോലെ തന്നെ മുന്നോട്ട് ഞങ്ങൾക്ക് വരാൻ സാധിക്കും. ഇപ്പോഴും ബാബാ സാഹേബ് അംബേദ്കർ ഭരണഘടനയിൽ നമുക്ക് സംവരണം അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് അദ്ദേഹം ഒരു പട്ടികക്കാരനായി പട്ടിക വരുന്നത് പിന്നെയാണല്ലോ. അദ്ദേഹം ഒരു താഴ്ന്ന ജാതിക്കാരനായി ജനിച്ച് അതിൻ്റെ അനുഭവങ്ങൾ അനുഭവിച്ച് അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും മറ്റു ജാതിക്കാരിൽ നിന്നുള്ള മനോഭാവ വെറുപ്പ് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി ചരിത്രങ്ങൾ അയാളുടെ പുസ്തകത്തിൽ വായിച്ചാൽ അറിയാവുന്ന കേസാണ്. അങ്ങനെയുള്ളത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹം ഭരണഘടന എഴുതുമ്പോൾ തന്നെ ഈ സമുദായത്തിൽ ഇതുപോലെയുള്ള സമുദായത്തിൽപ്പെട്ടിട്ടുള്ള എല്ലാ ജനങ്ങളുടെയും വിഷമം ഒന്ന് തന്നെയാണ്. ആ സ്ഥിതിക്ക് അവരെയൊക്കെ എങ്ങനെ പരിരക്ഷിക്കാം സംവരണത്തിൻ്റെ പേരിൽ എന്ന് മനസ്സിലാക്കി അദ്ദേഹം ചെയ്തതുകൊണ്ട് മാത്രം ഇവിടുത്തെ സമുദായങ്ങൾ പല സമുദായക്കാരും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ സംവരണം ഉണ്ടായിട്ടും ഞങ്ങൾക്ക് സംവരണം നിഷിദ്ധമാണ്, കിട്ടുന്നില്ല. അവിടെയാണ് ഞങ്ങളുടെ ബുദ്ധിമുട്ട്. അപ്പോൾ അതിന് പരിഹാര മാർഗമായിട്ട് കേരള ഗവൺമെൻറ് തക്കതായിട്ടുള്ള നടപടി സ്വീകരിക്കണം. അടുത്തതായിട്ട് ഈ 50 ശേഷം വന്നിട്ടുള്ളവരായാലും അവർ പെർമനൻ്റായിട്ട് ഇവിടെ സ്ഥിരം താമസക്കാരാണ്. ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് താൽക്കാലികമായിട്ട് ജോലി തേടി വന്നവരുടെ കാര്യത്തിൽ കൊടുക്കാൻ പാടില്ല എന്നായിരിക്കും. പക്ഷേ സ്ഥിരമായി താമസിക്കുന്ന ആൾക്കാരുടെ കാര്യത്തിൽ എന്ത് പറയുന്നു? അപ്പോൾ അതിൽ പാർലമെൻറ്റിൽ തന്നെ ശബ്ദം ഉയർത്തി ഞങ്ങളെ കാര്യം പരിഗണിക്കാമെന്നാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാറുള്ളത്. ഏതായാലും എൻ്റെ ശരിയായ കാര്യത്തിൽ കിടക്കാം. നമ്മുടെ ഇന്നത്തെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി പട്ടികജാതി വികസന വകുപ്പ് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീമാൻ AP അനിൽകുമാർ അവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ പട്ടികജാതിക്കാരുടെ മന്ത്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത്ര നേരം ഞങ്ങളുടെ വിഷമം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് ശ്രദ്ധാപൂർവ്വം കേട്ട് കാണുമെന്നും നമുക്ക് വേണ്ടി നല്ലത് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ശ്രമിക്കുമെന്നും ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹത്തെ സംഘടനയുടെ പേരിൽ നമ്മുടെ ചക്ര സമുദായത്തിൻ്റെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മുഖ്യപ്രഭാഷണത്തിനായി നമ്മുടെ പ്രിയപ്പെട്ട MP NK രാഘവൻ MP അദ്ദേഹവും ഇവിടെ എത്താവുന്നതായിട്ടുണ്ട്. നമ്മുടെ ഇതുപോലുള്ള ഈ നിവേദനങ്ങളും മറ്റും അദ്ദേഹത്തെ നേരിൽ കണ്ട് പല പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുമെന്നുള്ള ആശയോടെ തന്നെ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല അതിനോടൊപ്പം തന്നെ നമ്മുടെ കോഴിക്കോട് MLA ആയ ശ്രീ A പ്രദീപ് കുമാർ MLA അദ്ദേഹം ഞങ്ങൾ പല പ്രാവശ്യം അദ്ദേഹത്തെയും ഈ ആവശ്യത്തിനായിട്ടും മറ്റ് പല ആവശ്യങ്ങൾക്കും നമ്മളോട് സഹകരിക്കുന്ന ഒരു MLA ആണ്. കോഴിക്കോട് നഗരത്തിൻ്റെ തന്നെ പല കാര്യങ്ങളും കണ്ടറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് സഹായിക്കുന്ന ആളാണ്. അദ്ദേഹത്തെയും സംഘടനയുടെ പേരിലും നിങ്ങളുടെ ഏവരുടെയും പേരിലും സ്വാഗതം ചെയ്യുന്നു. മറ്റും വേദിയിലേക്കിരിക്കുന്ന നമ്മുടെ മുൻ കൗൺസിലർ ശ്രീമാൻ കിഷൻ ചന്ദ് അദ്ദേഹത്തെയും ഞങ്ങൾ പല ആവശ്യത്തിനായിട്ട് ഞങ്ങളെ പല കാര്യങ്ങളായി സമീപിക്കാറുണ്ട്. അദ്ദേഹവും ഞങ്ങളെ പല സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, സഹായിക്കാറുണ്ട്. അദ്ദേഹത്തെയും സംഘടനയുടെ പേരിലും നിങ്ങളുടെ ഏവരുടെയും പേരിലും സ്വാഗതം ചെയ്യുന്നു.
അടുത്തതായിട്ട് പിന്നെ നമ്മുടെ CPI ജില്ലാ സെക്രട്ടറി ശ്രീമാൻ TV ബാലൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും സംഘടനയുടെ പേരിലും നിങ്ങൾ എവിടെയും പേരിലും സ്വാഗതം ചെയ്യും. അടുത്തതായിട്ട് ശ്രീമാൻ PM നിയാസ് കൗൺസിലർ, അദ്ദേഹത്തെയും സംഘടനയുടെ പേരിലും നിങ്ങളുടെ എവിടെയും പേരും സ്വാഗതം ചെയ്യുന്നു. അടുത്തത് DCC പ്രസിഡന്റ് ശ്രീമാൻ KC അബു, അദ്ദേഹത്തെയും സംഘടനയുടെ പേരിലും നിങ്ങളുടെ എവിടെയും പേരിലും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ശ്രീമാൻ MO ജോൺ, മുൻ നഗരസഭാ ചെയർമാൻ ആലുവ, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഏതായാലും ഇതും കൂടാതെ വേദിയിലിരിക്കുന്ന പ്രമുഖ വ്യക്തികളും നമ്മുടെ വിവിധ ഡിസ്ട്രിക്റ്റുകളിൽ നിന്ന് എത്തിയിട്ടുള്ള വേദിയുടെ എത്തിയിട്ടുള്ള വിവിധ ജില്ലകളിലുള്ള നേതാക്കളെയും ജില്ലകളിലുള്ള സംഘടനാ നേതാക്കളെയും സംഘടനയുടെ പേരിലും നിങ്ങളുടെ എവിടെയും പേരിലും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ യോഗം നിയന്ത്രിക്കുന്നത് സംഘടന, അത് കേരള ചക്രീയ മഹാസഭ സംസ്ഥാന സംഘടന, അതിൻ്റെ പ്രസിഡൻ്റായ ശ്രീമാൻ T വിജയൻ ആലുവ, അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. ഈ വേദിയിലേക്ക് ഈ വെയിലത്തും എല്ലാവരും ഒന്ന് വളരെ ക്ഷമയോടുകൂടി കാത്തിരുന്ന് ഇവിടെ